ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓരോ തവണ ചോദ്യങ്ങൾ ചെയ്യുന്തോറും അത്രത്തോളം ആ ഒരു കണ്ടന്റിന്റെ ക്ലാരിറ്റി നമുക്ക് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കാം ഒന്നാമത്തെ ചോദ്യം. ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ഏതാണ്? ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവിയാണ് വാരിസെല്ല വൈറസ്. താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽ പെടുന്ന അസുഖം ഏതാണ്? താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽ പെടുന്ന അസുഖം ഏതാണ്? എലിപ്പനിയാണ്. എലിപ്പനി. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? ശരാശരി ബ്ലഡ് പ്രഷർ എന്നത് 120/80 ആണ്. 120/80 mm/Hg ആണ്. ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് എന്നാണ്? നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് 2013-ലാണ്. 2013-ലാണ് ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചത്. ക്രഷിംഗ് ദി കർവ് താഴെ പറയുന്ന ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രഷിംഗ് ദി കർവ് എന്നത് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ക്രഷിംഗ് ദി കർവ് എന്നത്. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണിത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബോയിൽസ് നിയമമാണ് കേട്ടോ. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു എന്നത് ബോയിൽസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. ഇവ രണ്ടും തന്നെ ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ലോഹങ്ങളുടെ അയോണീകരണ ഊർജം കുറവാണ്. ലോഹങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. അപ്പോൾ ഇവിടെ എന്താ താഴെ പറയുന്ന സവിശേഷത അല്ലാത്തത് 1 മാത്രമാണ് കേട്ടോ. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല എന്നതാണ്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല യഥാർത്ഥ ലായനിയിൽ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയുടെ പേര്. ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയുടെ പേര് ജാൻ ടെല്ലർ മെറ്റൽ എന്നാണ്. ജാൻ ടെല്ലർ മെറ്റൽ. എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം എന്ത് തരം രോഗാണുവാണ് ഉണ്ടാക്കുന്നത്? എലിപ്പനി പരത്തുന്ന രോഗാണു ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാക്ടീരിയയാണ്. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? കോൺവെക്സ് ദർപ്പണങ്ങൾക്കാണ്. കോൺവെക്സ് ദർപ്പണങ്ങൾ. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അഡിഷൻ ബലം കൊണ്ടാണ് കേട്ടോ. അഡിഷൻ ബലം. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരയ്ക്കുമ്പോൾ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അഡിഷൻ ബലം കൊണ്ടാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിന്റെ ഇനാമലാണ്. ഇനാമൽ. ക്വാഷിയോർക്കർ എന്ന രോഗത്തിന്റെ കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? ക്വാഷിയോർക്കർ എന്ന രോഗത്തിന് കാരണം പ്രോട്ടീനിന്റെ കുറവാണ്. പ്രോട്ടീനിന്റെ കുറവാണ് ക്വാഷിയോർക്കറിന്റെ കാരണം. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഫ്ലിന്റ് ഗ്ലാസ് ആണ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 100 ഡിഗ്രി സെൽഷ്യസ് എന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ്. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏതാണ്? പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് ഘർഷണ ബലം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ്? ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടേൻ.
ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ജോസഫ് പ്രീസ്റ്റ്ലി ആണ് ഓക്സിജൻ കണ്ടെത്തിയത്. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ് ആണ് കേട്ടോ, മെർക്കുറിക് ഓക്സൈഡ്. മനുഷ്യ ശരീരത്തിൽ ഗ്ലോക്കോമ ബാധിക്കുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിൽ ഗ്ലോക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന ജീവിതശൈലി രോഗം ഏത് ഹോർമോണിന്റെ അപര്യാപ്തത മൂലമാണ്? ഡയബറ്റിസ് മെലിറ്റസ് എന്ന ജീവിതശൈലി രോഗം ഉണ്ടാകുന്നത് ഏത് ഹോർമോണിന്റെ അപര്യാപ്തത മൂലമാണ്? ഇൻസുലിന്റെ അപര്യാപ്തത മൂലമാണ്. രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു? രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കുന്നു, അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം ഒരു മാറ്റവും സംഭവിക്കാതെ തുടരുന്നു. മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണം. വാഹനങ്ങളിലെ ഹൈഡ്രോളിക് ബ്രേക്കിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന നിയമം ഏതാണ്? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ബ്രേക്കിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന നിയമം പാസ്കൽ നിയമമാണ്. പാസ്കൽ. വാതക നിയമങ്ങളിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്ന ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വാതക നിയമങ്ങളിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരിച്ചത് റോബർട്ട് ബോയിലാണ്. റോബർട്ട് ബോയിൽ. ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകളുണ്ട്? ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകളാണ് ഉള്ളത്? 5 ഓർബിറ്റലുകളാണ്. സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേര് സമ്പർക്ക പ്രക്രിയ എന്നാണ്. സമ്പർക്ക പ്രക്രിയ. അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം സംഭവിക്കാത്തത്? അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം സംഭവിക്കാത്തത്? ആവൃത്തിക്കാണ്. ആവൃത്തി. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വസ്തുവിന് 5 കിലോഗ്രാം പിണ്ഡമുണ്ട്. ആ വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവിലെത്തിച്ചാൽ പിണ്ഡം എത്രയായിരിക്കും? പിണ്ഡം 5 കിലോ തന്നെ ആയിരിക്കും കേട്ടോ. ഹീറ്റ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ ഒരു വസ്തുവിന്റെ താപം രേഖപ്പെടുത്തിയത് 131 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതിന് തതുല്യമായി ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിൽ താപത്തിന്റെ അളവ് എത്രയാണ്? 131 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാൽ ഡിഗ്രി സെൽഷ്യസിൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 55 ഡിഗ്രി ഫാരൻഹീറ്റ്. 55 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. 131 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നത് 55 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജെ തോംസൺ ആണ്. ജെ തോംസൺ. 1 ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 1 ഗ്രാം ആറ്റം ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര എണ്ണം ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 6.022 × 10⁻23 എണ്ണമാണ്. അവോഗാഡ്രോ സംഖ്യയാണ്. അതാണ് ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം. അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിര് ചുവടെ തന്നിട്ടുള്ളതിൽ അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ് എന്നത്. ബോക്സൈറ്റ്. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം സമത്വരണത്തിലാണെന്ന് പറയാം. ആ വസ്തുവിന്റെ ചലനം സമത്വരണത്തിലാണ്. ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ ആ വസ്തുവിന്റെ ചലനം സമത്വരണത്തിലാണ്. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഏതാണ്? അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകമാണ് ഹീലിയം. ഹീലിയം. ഡയമണ്ടിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ഏതാണ്? ഡയമണ്ടിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകമാണ് നൈട്രജൻ എന്നത്. നൈട്രജൻ. 1-ാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകം ഏതാണ്? 1-ാം ലോക മഹായുദ്ധത്തിൽ രാസായുധമായി ഉപയോഗിച്ച മൂലകമാണ് ക്ലോറിൻ. ക്ലോറിൻ. മുറിവുകളിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം K ആണ്.
ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? ഡയഫ്രം എന്ന ശരീരഭാഗം ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്വാസകോശം. അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് മഴവില്ല്. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസത്തിന്റെ പേര് എന്താണ്? മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് പ്രകീർണനം. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം രാസോർജം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപപ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി അറിയപ്പെടുന്നത് സംവഹനം എന്നാണ്. സംവഹനം. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ആണ്. മാലിക് ആസിഡ്. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ഏതാണ്? LPGയിലുള്ള പ്രധാന ഘടകം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്യൂട്ടെയിൻ ആണ്. LPGയിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകം ബ്യൂട്ടെയിൻ ആണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നത് കെൽവിൻ സ്കെയിലിൽ 373 കെൽവിൻ ആയിരിക്കും. 373 കെൽവിൻ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നിരപ്പായ തറയിലൂടെ 10 മീറ്റർ വലിച്ചു നീക്കുന്നു എങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. 0. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനം എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഫ്യൂവൽ സെൽ എന്നത്. ഫ്യൂവൽ സെൽ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് ഏതാണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് കിലോഗ്രാം ആണ്. SI യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കിലോഗ്രാം. വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കത്തിലാണ്. ഈ തിളക്കത്തിന് കാരണം എന്താണ്? ബ്രില്യൻസ് ഓഫ് ഡയമണ്ടിന്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പൂർണ്ണാന്തരിക പ്രതിപതനമാണ്. പൂർണ്ണാന്തരിക പ്രതിപതനം. ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ആന്റിസെപ്റ്റിക്സ്. കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം ഏതാണ്? കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ എന്നത്. അൽനിക്കോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.